ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ DB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയാണ്. ഇന്നലെയും അത്തരത്തിലുള്ളൊരു മാർക്കറ്റ് കണ്ടീഷനായിരുന്നു ഇന്ത്യയിൽ. പക്ഷേ ജൂലൈ മാസത്തെ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ ഡാറ്റ വന്നതിന് ശേഷം നമ്മുടെ മാർക്കറ്റ് ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. റെക്കോർഡ് ഇൻഫ്ലോ ആണ് ജൂലൈ മാസത്തിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ SIP 28,464 കോടി രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കൺട്രോള് ഡൊമസ്റ്റിക് ഫണ്ടുകൾക്കും റീറ്റെയിലേഴ്സിൻ്റെയും കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഫണ്ടുകൾ റീറ്റെയിലേഴ്സ് ഇത് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾക്ക് ഇന്നലെ ഹോളിഡേ ആയിരുന്നു. അതേസമയം ചൈനീസ്, ഹോങ്കോങ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് മോർണിംഗിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചൈനീസ്, ഹോങ്കോങ്, കൊറിയൻ മാർക്കറ്റുകൾ ഫ്ലാറ്റ് ലെവലിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് സ്ലൈറ്റ്ലി വീക്കാണ്, S&P 500 സ്ലൈറ്റ്ലി വീക്കാണ്, നാസ്ഡാക്കും സ്ലൈറ്റ്ലി വീക്കാണ്. അതേസമയം നാസ്ഡാക്ക് ഇൻഡെക്സ് ഇന്നലെ റെക്കോർഡ് ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷമുള്ളൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിലാണ് താഴെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചൈനീസ് ഇമ്പോർട്ടിന്മേലുള്ള താരിഫ് അമേരിക്ക 90 ദിവസത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് ജാപ്പനീസ് മാർക്കറ്റിലുണ്ട് ഇന്ന്. പക്ഷേ ചൈനീസ് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഹോങ്കോങ് മാർക്കറ്റിലോ അതിൻ്റെ ഇമ്പാക്റ്റ് ഒന്നുമില്ല. അതേസമയം 145% താരിഫ് 90 ദിവസത്തേക്ക് ഇമ്പോസ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 30% കണ്ടിന്യൂ ചെയ്യും. കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ട്രംപ് താരിഫ് റിലേറ്റഡ് ഇഷ്യൂസിനെ കുറിച്ച് പറഞ്ഞത്. അത്തരത്തിൽ ഗോൾഡ് ഇമ്പോർട്ടിന്മേൽ താരിഫ് ഇമ്പോസ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഇന്നലെ ഗോൾഡ് പ്രൈസിൽ കണ്ടത്. ഇന്ന് മോർണിംഗിൽ സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $3,352 പെർ ഔൺസിനാണ്. മറ്റ് കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ എല്ലാ കമ്മോഡിറ്റികളും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 87.57 രൂപ പെർ ഡോളറാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും ഇന്നലെ സെല്ലേഴ്സാണ്. 1,202.65 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. വെള്ളിയാഴ്ച അവർ ബയേഴ്സായിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ 26ാമത്തെ ദിവസമാണ് കണ്ടിന്യൂസ് ആയിട്ട് ബൈ ചെയ്യുന്നത്. 5,972.36 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ ഇന്നലെ വാങ്ങിയിട്ടുണ്ട്. BSE SME സെഗ്മെൻറ്റിൽ നിന്ന് മെയിൻ ബോർഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള റൂളുകൾ ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ SME ആക്ടിവിറ്റി കുറയാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള Q1 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ തിലക് നഗർ ഇൻഡസ്ട്രീസ്, സൺഫ്ലാഗ് അയൺ, ഓഫീസ് സ്പേസ് സൊല്യൂഷൻസ്, ശൈലി എഞ്ചിനീയറിംഗ്, VST ടില്ലേഴ്സ്, HLE ഗ്ലാസ്കോട്ട് ഈ കമ്പനികളാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് Q1 റിസൾട്ടുകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ധാരാളം കമ്പനികളുടെ റിസൾട്ടുകളുണ്ട്. അപ്പോളോ ഹോസ്പിറ്റലുണ്ട്, ഭാരത് ഡൈനാമിക്സ് ഉണ്ട്, സുസ്ലോൺ ഉണ്ട്, HIL ഉണ്ട്, ഹിൻഡാൽകോ ഉണ്ട്, കൊച്ചിൻ ഷിപ്പ് യാർഡ് ഉണ്ട്, ONGC ഉണ്ട്. ഈ റിസൾട്ടുകൾക്ക് അനുസരിച്ചുള്ളൊരു മൂവ്മെൻ്റൊക്കെ നമുക്ക് അതാത് സ്റ്റോക്കുകളിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇന്ന് റീഗാൽ റിസോഴ്സസിൻ്റെ IPO ആരംഭിക്കുകയാണ്. 102 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. JNJ ഫിൻടെക്കിൻ്റെ റൈറ്റ്സ് ഇഷ്യൂ ഓഗസ്റ്റ് 14 അവസാനിക്കുകയാണ്. അപ്പോൾ റൈറ്റ്സ് എൻടൈറ്റിൽമെൻറ്റ് വാങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് റൈറ്റ്സ് വാങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഓഗസ്റ്റ് 14 മുമ്പ് അസ്ബ മെക്കാനിസത്തിൽ കൂടെ അവരുടെ ഫസ്റ്റ് കോള് $3.15 വെച്ച് ഫസ്റ്റ് കോള് ഓഗസ്റ്റ് 14 മുമ്പ് പേ ചെയ്യേണ്ടതാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അപ്പം നമുക്ക് വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. വേസ്റ്റ് കേസ് സിനാരിയോ വരികയാണെങ്കിൽ വീണ്ടും നമ്മുടെ നിഫ്റ്റിയും സെൻസസൊക്കെ താഴെ പോയേക്കാം. അങ്ങനെ വേസ്റ്റ് സെൽ ഓഫ് വരികയാണെങ്കിൽ നിഫ്റ്റി 24,400, 24,000, 23,700 ലെവൽസ് കാണുന്നത്. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കൺസോൾട്ടേഷനാണ്. ഡൊമസ്റ്റിക് ഫണ്ടുകളുടെ സ്ട്രെങ്ത് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഓഗസ്റ്റ് 15 നടക്കുന്ന പുടിൻ ട്രംപ്
ഡിസ്കഷനിൽ ഉക്രൈൻ വാർ സെറ്റിലാവുകയാണെങ്കിൽ താരിഫ് റിലേറ്റഡ് ആയ ഇഷ്യൂസൊക്കെ സെറ്റിലാവും എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.